ഇന്ന് രാവിലെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിനുള്ള തേങ്ങയാണ് തിരുങ്ങുന്നത്. അപ്പം തേങ്ങ ചെറിയ കരുക്കായി പോയി. അങ്ങനെ കുറച്ചൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇളകിയതൊക്കെ എടുത്ത് സൈഡിലോട്ട് മാറ്റി വെച്ച് പിന്നെ അതിന് ശേഷം മാവൊന്ന് നനച്ചെടുക്കാം. അപ്പം മാവ് ഒന്ന് കട്ട പിടിക്കാതെ കുറച്ച് സമയം എടുത്ത് വേണം. പുട്ടിന് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തരി തരിയായിട്ട് കുറച്ച് സമയം എടുത്താണ് നനച്ചെടുത്തത്. പിന്നെ അതിന് ശേഷം പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കുറ്റി പുഴുങ്ങി അടുത്ത രണ്ടാമത്തെ കുറ്റിയും പുഴുങ്ങിയിട്ട് 2 കുറ്റിക്കുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. ഇന്ന് പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിന് ശേഷം ഞാനും മോൻകുട്ടനും കൂടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി. ഇന്ന് പക്കപ്പിറന്നാളായിരുന്നു മോൻകുട്ടൻ്റെ. അങ്ങനെ പായസം കിട്ടി മോൻകുട്ടന്. അപ്പം പാത്രത്തിലൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്ത്. അതിന് ശേഷം മോൻകുട്ടൻ അതിൽ കിടന്ന മുന്തിരിങ്ങയൊക്കെ പറക്കി തിന്നുവാണ്. ആദ്യത്തെ സ്കൂളിൽ പോയി. അതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത്. അങ്ങനെ പ്രസാദമൊക്കെ കിട്ടി. ഹാപ്പിയായി. ബായ്.